മുർഷിദ് മുറബി അല്ല ഗുരു എന്നെ കാണുക, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടുക എന്നൊക്കെ ആണ് എല്ലാവരും മനസ്സിലാക്കി, നിങ്ങളും മനസ്സിലാക്കി. പക്ഷേ ഇരൽപ്പെട്ട പരിഭവ പറഞ്ഞൊരു വാക്കുണ്ട്, വലിയ പല വിധമുണ്ട്, അവരിൽ ഹക്കീക്കുകളുണ്ട്, അവർ അള്ളാഹു ആണെന്ന് വലികൾ വിണ്ട്, അവരാണ് അള്ളാഹ്. വലിയ പല വിധമുണ്ട്, ഷേഖന്മാരുണ്ട്, വലികളുണ്ട്, അല്ലേ, ഗുരുക്കന്മാരുണ്ട്, മുർഷിദുണ്ട്, പല പേരും പറയുന്നുണ്ട് നമ്മൾ. പക്ഷേ അള്ളാഹുവിനെ കാണുന്നു പറയലേ, ഇവരാരും കണ്ടിട്ട് കാര്യമില്ല. ഇവർ അറബി മുസ്ലിമുകളാണെന്ന് വെച്ചാൽ അറബി പഠിച്ചിട്ടും അറബി ഗുരുക്കന്മാരിൽ നിന്ന് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പഠിച്ചിട്ടും മറ്റേ നമ്മുടെ ഭാരതീയ ദർശനത്തിലാണെങ്കിലും ആർഷഭാരത സംസ്കാരത്തിലാണെങ്കിൽ ഗീതി ഉപനിഷത്തും പഠിച്ചിട്ടും അത് വിവരിച്ചു കൊടുക്കുന്നവരും ഒക്കെയാണ് ആത്മീയമായ ഗുരുക്കന്മാർ, അല്ലേ. പക്ഷേ ഇവര് ഒക്കെ ആണെങ്കിലും തന്നെ ഇവരിൽ നിന്ന് ആ ഗ്രന്ഥം പരിഭാഷ നമ്മൾക്ക് അറിയാൻ കഴിയുള്ളൂ. ദൈവിക ഗ്രന്ഥത്തിലുള്ള പരിഭാഷകൾ നമ്മൾക്കറിയാൻ കഴിയുള്ളൂ. അത് ഒരു തലമാണ്. പിന്നെ നമ്മൾക്ക് അത് പോരാ. അതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയില്ല. ദൈവത്തെ കാണെങ്കിൽ, ഈശ്വരനെ കാണെങ്കിൽ, അള്ളാഹുവിനെ കാണെങ്കിൽ അള്ളാഹുവിനെ തന്നെ ചെന്ന് കാണണം. അല്ലാതെ എങ്ങനെ കാണും? മുർഷിദിനെ കണ്ടാൽ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. മുർഷിദിനെ കാണാനും മുർഷിദ് അല്ലെങ്കിൽ മഠാധിപന്മാരെ കണ്ടാൽ ആ ഗ്രന്ഥങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചു തരിക. ദൈവത്തെ കാണാൻ കഴിയില്ലല്ലോ. ഹക്കീക്കുകള് എന്താണ് പറഞ്ഞത്? അവർ കൈപിടിച്ചവർ. അപ്പോഴേ ഇത് അല്ല, പരിധിഭാവ പറയണ്ടേ, വലിയ പല വിധമുണ്ട്, അതിൽ ഹക്കീക്കുകളുണ്ട്, അവർ അള്ളാഹു ആണെന്ന വലികൾ ബിന്ദു, അവരാണ് അള്ളാഹ്. അതായത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട്, അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവരുടെ കൈ, അള്ളാഹു കാല്, അള്ളാഹു അങ്ങനല്ലേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ കൈയായി, കാലായി, കണ്ണായി. അപ്പൊ ആര്? നമ്മൾ അള്ളാഹുവായി. അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികള്, അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കല്ലേ അത് പറ്റുള്ളൂ. അതെ, ഇതൊക്കെ പറയുന്നതൊക്കെ കറക്റ്റ് സത്യമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് എങ്ങനെ നേടാൻ കഴിയും, അള്ളാഹുവിനെ കാണാൻ കഴിയും? അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവർ തന്നെ ഏത് തരത്തിലാണ് ഇഷ്ടം എന്നുള്ളത് ഇപ്പൊ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചു വ്യാഖ്യാനിച്ചു ഊഹങ്ങളും നിഗമനങ്ങളുമാണ് അതിന്റെ അർത്ഥം പറഞ്ഞു തരുന്നത്. ഗ്രന്ഥം വായിച്ചിട്ട് ആണോ? ഗ്രന്ഥം വായിച്ചിട്ട് ശരിക്ക് ഗ്രന്ഥം വായിച്ചിട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അള്ളാഹുവിന്റെ ആ ഇൽമ കിട്ടിയ അപൂർവം ആൾക്കാരുണ്ട്. അല്ല, അള്ളാഹുവിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കും. ഗ്രന്ഥത്തിൽ കൂടെ നമുക്ക് ശരിക്കുള്ളതായ ഹഖീഖത്ത് അറിയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇൽമ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഏത് തരത്തിലാണ്? ഇവരെല്ലാം പറഞ്ഞ വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. ഇവരെല്ലാം റസൂലിനെ അറിയിച്ചു കൊടുത്തു കംപ്ലീറ്റ്, അല്ലേ. റസൂലിന് ഇഷ്ടപ്പെട്ടവർക്ക് അറിയിച്ചു കൊടുത്തു. അതായത് ഇപ്പൊ അലി ഇബ്നു അബീ താലിബിനെ പറ്റി റസൂൽ പറയുന്നത് ഇൽമിന്റെ വാതിലാണ്. പട്ടണത്തിലേക്കുള്ള കവാടം അലിയാണ്. അലിയിലൂടെ ചെന്നാലേ എത്തുള്ളൂ. അലി കഴിഞ്ഞാൽ പിന്നെ ഹസൻ ഹുസൈൻ അങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്, ഇൽമ വന്നിട്ടുണ്ട്. അപ്പൊ മഹദി ഷെയ്ഖൊക്കെ അതിൽപ്പെട്ട ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ തരീഖത്ത് വഴി അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തികളെ കാണാനാണ് ഞാൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്താവുന്നല്ല, നിങ്ങൾ ഇവിടെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈശ്വരനെ കാണണം നിങ്ങൾ. പക്ഷേ അത് എളുപ്പമല്ലല്ലോ. എളുപ്പമാണ്. നിങ്ങൾ തന്നെ ഈശ്വരനാണ്, അള്ളാഹുവാണ്. ഞാനും നിങ്ങളും അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ മുന്നിലുള്ള നമ്മളെ ഒരുപാട് മർത്തബ പോണ്ടേ? വേണ്ട. അതിനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഈശ്വരനായിരിക്കുന്ന അള്ളാഹു ആയിരിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടു. അപ്പോ ഈശ്വരനെ കണ്ടു. അള്ളാഹു അത് എങ്ങനെയെന്നാണ് അറിയേണ്ടത്. അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ അത് ആയവർക്കല്ലേ അറിയൂ. അള്ളാഹു ആയവർക്കേ അറിയൂ. അള്ളാഹുവിനെ അറിയൂ. അള്ളാഹുവിനെ അറിയൂ. അതന്നെ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും അടുത്തേക്ക് കിട്ടില്ല. അതിനായി ചില വ്യക്തികളുണ്ട് അള്ളാഹുവിന്റെ ഇൽമ അറിഞ്ഞവർ അറിയിച്ചു കൊടുത്തു. അവരെ കണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ അവരിൽ നിന്ന്. മോനെ,
ഇൽമ എന്ന് പറഞ്ഞ ഇവിടെ പണ്ഡിതന്മാരും ഇൽമ പറയുന്നത് അതൊരു അറിവ്. വലികളും അറബിയിലായിരിക്കും വലികളും ഷേഖന്മാരും ഗുരുക്കന്മാരും മഠാധിപന്മാരും അനവധിയുണ്ട് ഇവിടെ, ധാരാളമുണ്ട്. പക്ഷെ അവരാരും ദൈവദർശകരല്ല. ദർശകർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല. ദൈവത്തിന്റെ എല്ലാവിധ രൂപാന്തരങ്ങളും സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളും എല്ലാം കാണുന്നവരോ അറിയുന്നവരോ അല്ല ഈ പറഞ്ഞ ആളുകളൊന്നും. അപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി സൂറത്ത് നൂറില് 35-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അള്ളാഹു നൂറ് സമാവാത്തി വല്ലറും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു. ആകാശഭൂമികളിലെ പ്രകാശമാണ് അള്ളാഹു. അത് ഏതാന്ന് നോക്കിയാട്ടെ കാണാൻ കഴിയല്ലോ. ഒന്ന് നോക്കി പറയും. കാണാൻ പറ്റില്ലല്ലോ. 100 സമാവാത്തി വല്ലറും, ആകാശം ഭൂമിയിൽ കംപ്ലീറ്റ് 100 അല്ലാണ്ട് 100 വെളിച്ചം. അതെ, സമാവാത്തി വല്ലറും, ഏഴാകാശത്തിനും ഭൂമിയിലും അള്ളാഹുണ്ട്. അതെ, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് അന്ധരാണ്, അന്ധകാലത്തിലാണ്. ഇല്ല, ആ കണ്ണുകൊണ്ട് നോക്കിയെന്ന അർഹതപ്പെട്ട് അപൂർവ ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പറ്റുന്നില്ല, കാരണം നമ്മളവിടെ എത്തിയിട്ടില്ല, നമുക്ക് ഇൽമില്ല. അതാണ് മോനെ പറഞ്ഞത്. അള്ളാഹുവിനെ കണ്ടാൽ അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തന്റെ എന്തിനാ ഉസ്താദിനെ കാണാൻ അങ്ങോട്ട് വന്നത്? പറയും. ഇത് ഇത്രയും ഞാൻ ദിവസങ്ങളായി ഇത് കേൾക്കാൻ തുടങ്ങി. ദിവസങ്ങളോ മാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാസത്തിന് മേലെ എന്തായാലും. അപ്പൊ ഈ ഇത്രയും ഇത് ഞാൻ കേട്ടപ്പോ എനിക്ക് ഉസ്താദിനെ കാണാൻ തോന്നി. എന്തിനാ തോന്നിയിരിക്കുന്ന മനുഷ്യൻ എപ്പോഴും എന്റെ മനസ്സിലുള്ള എനിക്ക് എന്തെങ്കിലും അതിനെ പറ്റി പറഞ്ഞു തരണം, എനിക്ക് അറിവിനെ കിട്ടണം. നിങ്ങൾക്കൊക്കെ എത്രയോ ദർജയിൽ ഇരിക്കുന്ന എന്തെങ്കിലും നമുക്കൊന്ന് കിട്ടിയെങ്കിലോ വെച്ചിട്ട് വരികയാണ്. ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കും, ചിലവര് പിന്നെ വരാൻ പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പോ അള്ളാഹു ആയാലും എന്താണ് നാളത്തെ സ്ഥിതി എനിക്കറിയില്ല, എന്റെ അള്ളാഹുവിനെ അറിയുള്ളൂ. അപ്പോ ആ ഒരു വിവരം അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്, എങ്ങനെ നടക്കണ്ടേ, എങ്ങനെ ജീവിക്കണ്ടേ, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം നമ്മൾക്ക് അറിയില്ല. ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരും, കാണിച്ചും അറിയിച്ചും ബോധ്യമാക്കി തരുമെന്ന ഇതിൽ പറയുന്നു. അപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾ ഗുരുക്കന്മാര് കണ്ടവരെ കണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ചെറിയ അറിവുകൾ കിട്ടി. ബാക്കി പൂർണ്ണത കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഖുർആൻ പറഞ്ഞ ഈ ആകാശ ഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുമെന്ന് പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ ആ പ്രകാശത്തിലേക്ക്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു അല്ലേ? ആ പ്രകാശമായ അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് ദർശനം, കാഴ്ച നൽകണ്ടേ? അതാര് നൽകും? അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു തന്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകും. അള്ളാഹുവാണ് നൽകുക. അപ്പൊ ആരെ കാണുന്ന നമ്മള്? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചത് ആർക്കാന്നല്ല, അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാർക്ക് അള്ളാഹു ദർശനം കൊടുക്കും. അവനെ കാണാൻ പറ്റും, അടുക്കാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കണം? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ തന്നെ, അള്ളാഹു ദർശനം നൽകി അള്ളാഹുവിലേക്ക് കൊണ്ട് ചേർത്തി അള്ളാഹു ആക്കി തീർത്തവരെ കാണും. അപ്പോ നിങ്ങള് തീ കത്തിക്കൊണ്ടിരിക്കുക. ആ തീയിലേക്ക് നമ്മളും വിറക് പോലെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വേറെ ഒന്നില്ല അവിടെ, ഞാനും ആ തീയായി മാറുകയാണ്, കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ആണോ? തീയിൽ കിട്ടി കഴിഞ്ഞാൽ കത്തി വിറക് പോലെ ഞാനും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നെയ്യാണ് ഇവിടെ, നല്ല കത്തും നെയ്യ്, നല്ല കാളി കത്തിക്കൊണ്ടി. അപ്പൊ ഞാനും അവിടെ തീയായി. ആണോ? ഞാനും ആ തീയായി തീയിൽ വെന്ത് ഒരുക്കി അങ്ങനെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് നേരം കത്തിപ്പോകും. കാരണം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനപ്പോ. ആ ജ്വാല വരുന്നത് എന്നിൽ നിന്നോ എന്നിൽ പകർന്ന് ഞാൻ തന്നെ കത്തിക്കൊണ്ടിരിക്കുക. ആണോ? അതെ. എന്ന പോലെ അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകി അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിച്ച് അള്ളാഹുവിൽ ചേർത്തിയവൻ അള്ളാഹുവാണ്. അതിൽ ചേർന്ന് അതായി അവൻ ജ്വലിച്ചു കൊണ്ടേയിരിക്കും. അപ്പം എൻ്റെ സ്വരൂപവും എന്നിലൂടെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നതും കൈകളിലൂടെ പ്രവർത്തിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. ആ തീയിൽ കൊണ്ടയിട്ടാൽ ഞാൻ ജ്വലിച്ചുകൊണ്ട് കത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിൽ കൊണ്ടയിട്ടാൽ ഞാൻ എന്നിലൂടെ അള്ളാഹു പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ അള്ളാഹുവിൽ ചേർന്ന് അള്ളാഹു ആയി തീരും. ഞാൻ വേറൊന്നും ഉണ്ടാവില്ല.
നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് കേട്ടുകേൾവിയുടെയും ഈ പണ്ഡിത ലോകത്തിലെയും സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഞാൻ. ഉം. ഓക്കെ.